പിടിക്കണ്ട കാണിച്ചില്ല മാർക്ക്. ഫിസിക്സ് ക്ലാസ് കഴിഞ്ഞ് ബ്രേക്ക് വന്നിരിക്കണം. വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് എക്സാക്ട് എക്സാം പോകാൻ വെച്ചിരിക്കണം. എനിക്ക് ക്ലാസ് ഒന്നും ഇഷ്ടപ്പെട്ടു. കറക്റ്റ് വൈകുന്നേരം ക്ലാസ് റൂം കളിക്കാൻ നിന്റെ പേരെന്താ? എവിടെ നിന്ന് വരുന്നത്? നീയോ? നീ എവിടെ നിന്ന് വരുന്നത്? നിന്റെ പേരെന്നാ? എന്റെ പേര് ഹലോ ഗൈസ്, അപ്പോൾ ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞോ ഗൈസ്. അപ്പോൾ ഇത് ലഞ്ച് ബ്രേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ജാസ്തി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ചാടാന്ന് വെച്ചിരിക്കുകയായിരുന്നു ക്ലാസ്. ഉച്ച കഴിഞ്ഞ് ചാടായിരിക്കും ഓർക്കെ പറയാൻ പറ്റില്ല ഗൈസ്. ഭയങ്കര കളർഫുള്ളാണ്. ഇപ്പോൾ ഡേ 3 എന്ത് പഠിക്കണം എന്നുള്ളത് കാര്യങ്ങളും എല്ലാം ഇത് നമ്മൾ ഇത് നോക്കി പഠിക്കണം. പിന്നെ സാറ് പറഞ്ഞ് ടെസ്റ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ഇല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല, അപ്പം ടെസ്റ്റ് ഫുള്ള് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ഡേ 5 നമ്മൾ എന്തൊക്കെ പഠിക്കണം അങ്ങനെ ഡേ 5 ഇത് വെർണിയർ കാലിബറിൻ്റെയൊക്കെ സംഭവം കേട്ടോ. ഡേ 5 നമ്മൾ എന്തൊക്കെ പഠിക്കണം. പിന്നെ ഇതിനകത്ത് ഈ ചാപ്റ്റർ ബേസ് ചെയ്തുള്ള ഇത് ജെഇ PYQs അത്യാവശ്യമുണ്ട് കേട്ടോ. ഇതൊക്കെ ജെഇ PYQ ആണ്. ഷിഫ്റ്റ് വൈസ് PYQ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡേ 3 നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസ് അങ്ങനെ ഓരോ ഇതായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് അത്രയും ഡീപ്പായിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. ബേസിക്സൊക്കെ അത്യാവശ്യം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒരു പഠിപ്പിച്ച് തരുന്നുണ്ട്. അതാണ് ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, എടുത്ത് പറയേണ്ട ഒരു കാര്യം. നമുക്ക് ബേസ് തീരെ ഇല്ലെങ്കിൽ അവർ സെറ്റാക്കി തരും. കേട്ടോ ഡേ 1 നമ്മൾ ചെയ്യേണ്ട അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഞാൻ അത്യാവശ്യം പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതുപോലെ തന്നെ ഇത് മറ്റേ DPP ബുക്ക്, ഇത് ഫിസിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു സംഭവം. അതിനകത്ത് നമുക്ക് ബേസിക് മാത്സ് ഫിസിക്സിന് വേണ്ട ബേസിക് മാത്സ് ഇതിനകത്തുണ്ട് കണ്ടോ. അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ളൊരു DPP ബുക്കാണ്. നമുക്ക് കീ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല DPP ആട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് മാത്സിൻ്റെ DPP ആണ്. കുറച്ച് DPP ആണ്. ഇത് ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യം, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് എനിക്ക് കിട്ടിയ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഗൈസ്, അപ്പം അതിനിടയ്ക്ക് ഗൈസ്, അപ്പോൾ ഇത്രയും ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, അവന് അത്യാവശ്യം ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത്രയും ഹൈടെക് ക്ലാസ് റൂമിൽ പോയി ഒരു ലൈക്ക് ഇത്രയും ഹൈടെക് ക്ലാസ് റൂമൊന്നും ഞാൻ ഇതിന് മുമ്പ് പോയിട്ടില്ല. ഒരു സെൻറ്ററിൽ പഠിച്ചിട്ടും അങ്ങനെ ഒരു ക്ലാസ്സിൽ പോലും ഞാൻ ഇത്രയും ഇതായിട്ടുള്ള പോയിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലാസ് റൂം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലാസ് റൂമൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു, നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ കറക്റ്റ് നമ്മൾ കോട്ടയത്തും തിരുവനന്തപുരത്തും കാണുന്ന ആ ടൈപ്പ് ഓഫ് ക്ലാസ് റൂം, അതേ സെയിം ടൈപ്പ് ക്ലാസ് റൂം തന്നെയാണ് ഇത്, ആ ലെവലിൽ തന്നെയുള്ള ക്ലാസ് റൂമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് അത്യാവശ്യം എനിക്ക് ടീച്ചേഴ്സിൻ്റെ കാര്യം പറയാമല്ലോ. ടീച്ചേഴ്സിൻ്റെ കാര്യം അത്യാവശ്യം സപ്പോർട്ടീവും ലൈക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്നവരും ഒക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കിട്ടിയത് ബയോളജി ക്ലാസ്സാണ്. ബയോളജി ക്ലാസ് കിട്ടാൻ എന്താ കാരണം വെച്ചാൽ ലൈക്ക് ജെയ്ക്ക് ഞാൻ മാത്രമേ വന്നുള്ളായിരുന്നു. അതാണ് പ്രശ്നം പറഞ്ഞത്. ലൈക്ക് ജെയ്ക്ക് ഇതിനു മുമ്പ് പിള്ളേരുണ്ട്, പക്ഷേ നേരത്തെ ഇത്രയും പിള്ളേർ ഇന്ന് ആരും വന്നില്ല ജെയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ DTR കൂട്ടത്തിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അതിന് പേരുമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇപ്പോൾ ക്ലാസ് തന്നെ ബയോളജി ആയിരുന്നു. പക്ഷേ മാം ഭയങ്കര ഫണ്ണായിരുന്നു. നാരായണ ഇത് സഹിക്കണം കേട്ടോ, എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ, ഒരു മണിക്കൂർ സഹിക്ക്, ബയോളജി മാത്സ് ഇനി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ഫണ്ണായിട്ടുള്ളൊരു ഇതായിരുന്നു. മാം ഭയങ്കര ഭയങ്കര ഇൻട്രാക്റ്റീവ്, ലൈക്ക് ചോദിച്ച് പഠിപ്പിക്കുക, നല്ലപോലെ പഠിപ്പിക്കും. ബയോളജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബയോളജി പറയുമ്പോൾ സുവോളജിയാണ് പഠിപ്പിച്ചത്. സുവോളജിയാണ് ബോട്ടണി ആണോന്നൊന്നും എനിക്കറിയത്തില്ല. മാം അങ്ങനെ പറഞ്ഞത് സുവോളജി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായി സുവോളജിയാണ്. പിന്നെ എനിക്ക് 10 മണി തൊട്ട് 10:15 തൊട്ട് കണ്ട് 11:15 വരെ കണ്ട് ഇതായിരുന്നു, ലൈക്ക് ഫിസിക്സിൻ്റെ ക്ലാസ്സായിരുന്നു. ഫിസിക്സിൻ്റെ ക്ലാസ് അത്യാവശ്യം ഒരു സാറായിരുന്നു. ജിമ്മിലൊക്കെ പോകുന്ന സൈസ് സാറായിരുന്നു. ഞാൻ വെച്ചാൽ ജിമ്മിൽ പോകുന്ന ഒരു മാസ്റ്ററാണ്. ഇത് ആരാ വരുന്നതെന്ന് അറിയില്ല. ഭയങ്കര ബോഡി, ഭയങ്കര സീനായിരുന്നു പുള്ളി. അപ്പം കണ്ടപ്പോൾ പിന്നെ എനിക്ക് പേടിയായി, കാരണം സാർ ഭയങ്കര വിഷയമായി, എനിക്ക് സീനായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമില്ല. സാറിന് ബസ്സൊക്കെ പിടിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്സ് ഫണ്ടമെന്റ്സ് അത്യാവശ്യം പുള്ളി വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ HCF അങ്ങനത്തെ സംഭവമൊക്കെ പഠിപ്പിച്ചു കുറേ. അത് ആദ്യം എനിക്ക് കത്തിയില്ല. പിന്നെ സാറിനോട് ചോദിച്ചാൽ സാറ് വൃത്തിയായിട്ട് 2-3 പ്രോബ്ലംസ് എനിക്ക് ചെയ്ത് തന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞൊക്കെ തരും സാറ്. പിന്നെ ലഞ്ച് ഇൻ്റർവെല്ലായപ്പം ഞങ്ങൾ അപ്പം പോയ ക്ലിപ്പൊക്കെയാണ് ഈ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ കെമിസ്ട്രി സാർ പറഞ്ഞു. കെമിസ്ട്രി സാർ പറഞ്ഞാൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് +1 +2 മാർക്കൊന്നും ഇല്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇവിടെ വന്നവർ സൈലത്തി +1 +2 മാർക്കില്ലാത്തൊരു ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. മാർക്കില്ലാത്തൊരു +1 +2 മാർക്ക് ഉണ്ടേലും ഇല്ലേലും നിങ്ങൾക്ക് ചെയ്യും, നല്ല നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ട് പറ്റും. ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു സാർ. അത്യാവശ്യം എങ്ങനെ പഠിക്കണം, ഇങ്ങനെയൊക്കെ രീതിയിൽ പോകണം. എനിക്ക് പല ഇപ്പം ഡിസ്ട്രാക്ഷൻസ് കാണും. ഡേ സ്കോളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. പക്ഷേ ഡേ സ്കോളേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് പോയി വരാൻ പറ്റുമെങ്കിൽ പറ്റുക. എന്നോട് ചോദിച്ചാൽ എവിടെ ഞാൻ വരുന്നത്, അത് കുഴപ്പമില്ല, അത്രയൊക്കെ കുഴപ്പമില്ല. ചില പെൺകുട്ടികൾ കുറേ പേരൊക്കെ കായംകുളത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ കായംകുളത്തിൽ നിന്നൊക്കെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. എത്രയും എത്രയും ദൂരം ഒന്നും പോകണമെന്നൊക്കെ പറഞ്ഞു. പോയി വരുന്നത് അത്ര ശരിയായി വരത്തില്ല, കാരണം ക്ഷീണം വരും, അതൊക്കെ. അപ്പം എനിക്കെന്തായാലും സന്തോഷമായി, കാരണം അത്യാവശ്യം നല്ല ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ എനിക്ക് കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം കെമിസ്ട്രി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പഠിപ്പിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, അതിൻ്റെ Day 1 Day 5 ഏതോ ഇതിനകത്തെ മെറ്റീരിയൽ നമുക്ക് തന്ന മെറ്റീരിയലിനകത്ത് നിന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സാറ്. നമുക്കൊന്നും അറിയത്തില്ല, പുള്ളി വൃത്തിക്ക് കൂടാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോ ദിവസം ഓഫ്ലൈനും ഓരോ ദിവസം ഓൺലൈനായിട്ടാണല്ലോ, അങ്ങനെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ടാബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കുറേ ഫെസിലിറ്റീസ് തരുന്നുണ്ട്. പിന്നെന്താ, സാറ് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സാറ്
അത്യാവശ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റ് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കലൊക്കെ പറയും. എൻ്റെ കെമിസ്ട്രി ആകാണ്ട് 20 ക്വസ്റ്റിനിൽ 2 തെറ്റിയുള്ളൂ. അപ്പോൾ ഭയങ്കര അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുമല്ലോ. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ പഠിച്ചു, പിറ്റേ ദിവസം പഠിക്കാതിരിക്കരുത്. നമ്മൾ അതേ കൺസിസ്റ്റൻസി പഠിച്ച് പോകണം. ഒരു ദിവസം ഓൺലൈൻ ആണെങ്കിൽ 13-14 മണിക്കൂറൊക്കെ പഠിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റും. +1 +2 മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ +1 +2 മാർക്ക് കൊണ്ടൊന്നും നോക്കരുത്. ഉണ്ടായാലും ഇല്ലാതെ നിങ്ങൾ നോക്കരുത്. അതായത് നിങ്ങൾ പാസ്റ്റ് കഴിഞ്ഞു. നിങ്ങളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറ്റണം. നീറ്റ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കെമിസ്ട്രി സാറ് ഭയങ്കര ഫണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ റിസപ്ഷനിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഞാനൊരു കുട്ടിയെ കൂടെ അടിയിടയ്ക്ക് ഓടിക്കാൻ, നീ ചോദിക്കണം, ഞാൻ ചോദിക്കണം, നീ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ എന്താണ് പ്രസിഡൻ്റ് ആണെന്നൊക്കെ ചോദിച്ചത്, നീ പോയി ചോദിച്ചു, നീ ആരെയും മേടിക്കുന്നതൊക്കെ ചോദിച്ചു. സാറ് ഭയങ്കര ഫണ്ടായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇതിലേക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു ഉച്ചവരെ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ക്രൈസ്. അവിടെ ഞാൻ ചോർന്ന് കൊണ്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ച് പുറത്തുനിന്ന് പോകാം. മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല, മന്തി കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ അവനും കഴിച്ചിട്ടില്ല ഇതുവരെ മന്തി. എന്ന് വെച്ചാൽ മന്തി കഴിക്കാൻ പോകാം. ഷെയറൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റായി ഗൂഗിളൊക്കെ നോക്കി സെറ്റ് ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് ചാടിപ്പോകാമെന്ന് വെച്ച് നോക്കിയപ്പോൾ നേരെ ചാടിപ്പോകാമെന്ന് ഉദ്ദേശിച്ചു. നേരെ ചോദിച്ചിട്ടൊക്കെ പോകാമെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. ചാടിപ്പോകാൻ ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആരും അതിന് പറ്റത്തില്ല, നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിച്ചു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക, ഫുഡ് കൊണ്ട് വന്നിട്ടുണ്ടോ പറഞ്ഞു. അതൊന്നും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വരാം, നിങ്ങൾ എവിടെയും പോകണ്ട, നിങ്ങൾ അകത്ത് തന്നെ മതി, ക്യാമ്പസിൻ്റെ പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ക്യാമ്പസിൽ കയറിക്കാൻ നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. അത് എന്ത് വിഷയമാണെങ്കിലും പുറത്ത് പോകാൻ നമുക്ക് സാധനങ്ങൾ മേടിക്കാനോ പുറത്ത് പോകാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം മനസ്സിലായി അത്യാവശ്യം സീനാണ്. നമുക്ക് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. പിന്നെ അത്ര സ്ട്രിക്റ്റ് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് അവിടെ. ഇവിടെ സ്ട്രെസ് ഫ്രീ ആണ്, പക്ഷെ നമുക്ക് അനാവശ്യമായിട്ട് പുറത്ത് പോകാൻ അങ്ങനെ സംഭവമൊന്നും സംഭവിക്കത്തില്ല. പിന്നെ സാറ് അത്ര പറഞ്ഞോളൂ. പിന്നെ നമ്മൾ ചോദിച്ച് ഉച്ചക്കത്തെ ഫുഡ് ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഊണ് അവർ മേടിച്ചോണ്ട് വരും. എൻ്റെ ദൈവമേ, മന്തി കഴിക്കായിരുന്നു, ഞങ്ങൾ ഊണ് കഴിക്കേണ്ട അവസ്ഥയാണല്ലോ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഊണിൻ്റെ പൈസ നീ കൊടുത്തോളാം, ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഊണിൻ്റെ പൈസ ഞാൻ കൊടുക്കത്തില്ല, നീ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഊണിൻ്റെ പൈസ കൊടുക്കേണ്ടി ഒന്നും വന്നില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ 2-3 പേരും കൊണ്ടുവന്നില്ലായിരുന്നു ചോറ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ഊണ് മേടിച്ചായിരുന്നു. ഊണിനകത്താണെങ്കിൽ സാമ്പാർ, മീൻകറി, ചിക്കൻ ഫ്രൈ, അവിയൽ, അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഊണ് ആവറേജ് ആയിട്ടാണ്, പക്ഷേ എത്രയും കൊണ്ടാന്നല്ലോ. പിന്നെ രൂപി വെള്ളമൊക്കെ കൊണ്ടുവന്നു. അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലാസ് റൂമും കാര്യങ്ങളും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ബേസുമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. ജൂണിലാണ് ശരിക്കും ക്ലാസ് തുടങ്ങുന്നത്, റെഗുലർ ക്ലാസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തോന്നി. മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്, നല്ല രസമാണ്, നമുക്ക് പഠിക്കാൻ തന്നെ തോന്നും. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയാണ് വീഡിയോ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.